159.20 ഹരിക്കണം 16. അപ്പോൾ ആദ്യം വരുന്ന ഈ സംഖ്യനെ നമ്മൾ സൈനിൻ്റെ ഉള്ളിൽ കൊണ്ടുപോയിട്ട് എഴുതും. രണ്ടാമത് വരുന്ന സംഖ്യ നമ്മൾ സൈനിൻ്റെ പുറത്തെഴുതും. അല്ലാതെ വലിയ നമ്പർ സൈനിൻ്റെ ഉള്ളിൽ എന്നല്ല. പല കുട്ടികളും തെറ്റിക്കാറുണ്ട്. ഇതിപ്പോൾ തിരിഞ്ഞാൽ വരുന്നതെന്ന് വിചാരിക്കുക. 16 ഹരിക്കണം 159.20. ഇങ്ങനെ വരുമ്പോൾ നിങ്ങൾ ആദ്യം വരുന്ന ഈ സംഖ്യനെയാണ് സൈനിൻ്റെ ഉള്ളിൽ കൊണ്ടുപോയിട്ട് എഴുതേണ്ടത്. രണ്ടാമത് വരുന്ന ഈ സംഖ്യയെ സൈനിൻ്റെ പുറത്ത് കൊണ്ടുപോയിട്ട് എഴുതുക. ഇങ്ങനെയാണ് എഴുതുക. അല്ലാതെ നമ്പറിൻ്റെ വലിപ്പം നോക്കിയിട്ടല്ല നമ്മൾ സൈനിൻ്റെ ഉള്ളിലാണോ പുറത്താണോ കൊടുക്കാൻ തീരുമാനിക്കുക. ഓക്കെ. ഇനി ഈ നമ്പറിൽ ഈ 16 എത്ര പ്രാവശ്യം ഉണ്ടെന്നാണ് നമുക്ക് നോക്കണ്ടേ. 1ൽ 16 ഉണ്ടോ? ഇല്ല. അപ്പം നമ്മൾ 15 എന്ന് എടുക്കും. 15ൽ 16 ഉണ്ടോ? അതുമില്ല. കാരണം 16നേക്കാളും ചെറിയ നമ്പറാണ് 15. അപ്പോൾ നമ്മൾ 9 കൂടിയും കൂട്ടിയിട്ട് 159 എന്നെടുത്ത്. 159ൽ എത്ര 16 ഉണ്ടാവും? 16 × 10 ചെയ്താൽ നമുക്ക് 160 കിട്ടും. 10ൻ്റെ മൾട്ടിപ്ലിക്കേഷൻ നല്ല സുഖമല്ലേ. ഏതൊരു നമ്പറിനെ 10 കൊണ്ട് ഗുണിച്ചാലും ആ നമ്പർ ഇടുക, 0 ചേർക്കുക. അപ്പോൾ 10 × 10 ആണെങ്കിൽ 100 10 10 എന്നിടുക, ഒരു 0 ചേർക്കുക. 25 × 10 ആണെങ്കിൽ 25 എന്നിടുക, 0 ചേർക്കുക. 16 × 10 ആണെങ്കിൽ 16 എന്നിടുക, 0 ചേർക്കുക. അങ്ങനല്ലേ. ഇത് ഞാൻ പറയാൻ കാരണം എന്താ അറിയോ? ഇത് 159, ഇത് 160. അപ്പോൾ 10 കൊണ്ട് ഗുണിച്ചാൽ 160 ആവും. അപ്പോൾ ഇതിലെന്താണെങ്കിലും 9 പ്രാവശ്യം 16 ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളിതിങ്ങനെ നോക്കുക. അല്ലാതെ 16 × 3 ചെയ്യുക, 16 × 4 ചെയ്യുക, അങ്ങനെ കുറേ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് മടുക്കും. അപ്പോൾ നമ്മൾ ആദ്യം ഒരു ട്രിക്കൊക്കെ ഉപയോഗിച്ചിട്ട് നോക്കുക, ഒന്ന് ആലോചിക്കുക. അപ്പോൾ 16നെ 9 കൊണ്ട് ഗുണിച്ച് നോക്കുക. 6 × 9 54. 4 എന്ന് എഴുതി ബാക്കി 5. 1 × 9 9, 9 5 14, 114. അപ്പോൾ 9 പ്രാവശ്യമായിട്ടുള്ളത്. 9 × 16 144. അവിടെ 114 എന്നാണ് പറഞ്ഞത്. 144. ഇനി കുറക്കുക. 9 - 4 5, 5 - 4 1, 1 - 1 0. അത് എഴുതണ്ട. ഇനി ഇത് ഈ പോയിൻ്റ് ഉണ്ടല്ലോ, ഈ പോയിൻറ്റിനെ നേരെ ഇവിടെ കൊണ്ടിട്ട് കൊടുക്കുക. അത് മറന്നാൽ ആകെ തെറ്റിട്ടോ. ഇനി നമ്മൾ ഈ 2നെ ഇറക്കിയിട്ട് ഇവിടെ പോയിൻ്റ് കൊടുക്കണോ? കൊടുക്കണ്ട. ഇനിയിപ്പോൾ കൊടുത്ത് വിചാരിച്ച് തെറ്റൊന്നുമില്ല, പക്ഷെ അവിടെ പോയിൻ്റ് കൊടുക്കണ്ട. നിങ്ങൾ ഇവിടെ കൊടുത്താൽ മതി. 152ൽ എത്ര 16 ഉണ്ട്? ഇവിടെ 159ൽ 9. അപ്പോൾ 152ൽ 9 തന്നെ ആയിരിക്കും. 9 × 16 144. കുറക്കുക. 2ൽ നിന്ന് 4നെ കുറക്കുക. കുറക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഈ 5നോട് 1നെ കടം വാങ്ങിയിട്ട് 2നെ 12 എന്നാക്കും, 5നെ 4 എന്നാകും. 5 അപ്പം 4 എന്നായിട്ട് മാറും. ഇനി 12ൽ നിന്ന് 4 കുറച്ചാൽ നമുക്ക് 8 എന്ന് കിട്ടും. 4ൽ നിന്ന് 4 കുറച്ചാൽ 0, 1ൽ നിന്ന് 1 കുറച്ചാൽ 0. അതൊന്നും എഴുതണ്ട. ഇനി ഇവിടെ ആരാളുള്ളത്? 0. ഈ 0നെ ഇറക്കിയിട്ട് കേട്ടോ. 80. 80ൽ എത്ര 16 ഉണ്ട്? ലാസ്റ്റ് 0 ആണ്. 16 ഇതിൽ ലാസ്റ്റ് 6. ഈ 6നെ എന്തുകൊണ്ട് ഗുണിച്ചാൽ 0 വരും? 5 കൊണ്ട് ഗുണിച്ചാൽ. അപ്പോൾ 16 × 5 ഒന്ന് ചെയ്ത് നോക്കുക. 5 × 6 30. 0 ഒന്ന് ചേർത്ത് ബാക്കി 3. 1 × 5 5, 5 3 8. ഓ കറക്റ്റ്. 5 × 16 80. കുറച്ചാൽ 0. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്താ? 9.95. ചെയ്യാൻ ഈസി അല്ലേ? അപ്പോൾ നിങ്ങളിത് പ്രാക്ടീസ് ചെയ്യുക. കുറച്ച് ക്വസ്റ്റ്യൻസ് എടുത്ത് ചെയ്ത് നോക്കുക. അപ്പോൾ മനസ്സിലാവും. ഞാൻ കുറേ ഡിവിഷൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഡിവിഷൻ്റെ പ്ലേലിസ്റ്റ് ഉണ്ട്, അതെടുത്ത് നോക്കിയാൽ കിട്ടും. അപ്പോൾ ശരി.